Trav, Nick Connors. Yo, girl, this is your night. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ജൂൺ 15 എൻ്റെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു, സെക്കൻഡ് ബർത്ത്ഡേ. എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസമാണ് ഇന്ന്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ വീഡിയോ ഞാൻ ഈ സൈഡിൽ കൊടുത്തിരിക്കാം. അപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും. അന്ന് നമ്മൾ ഫിനാൻഷ്യലി ഒട്ടും സ്റ്റേബിൾ അല്ലായിരുന്നു. ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്തെ കാര്യം, ഞാൻ ജോലിക്ക് പോയേക്കുമായിരുന്നു. ജോലിക്ക് പോയിട്ട് വന്ന് നൈറ്റ് ഒരു 9 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ വീട്ടിൽ വന്നത്. വീട്ടിൽ വന്നിട്ട് ഞാൻ യൂണിഫോം പോലും ചേഞ്ച് ചെയ്യാതെയാണ് നമ്മൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തത്. മൂന്നാമത്തെ കാര്യം, അന്ന് കറണ്ടും ഇല്ലായിരുന്നു. ഞാൻ ആകെ മൊത്തം കുളമായ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു എൻ്റെ മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേ. അപ്പോൾ തന്നെ ഞാൻ മനസ്സിലിങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ മോളുടെ സെക്കൻഡ് ബർത്ത്ഡേ എങ്കിലും കുറച്ച് നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യണം എന്നുള്ളത്. ഈ മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലെ തന്നെ അന്ന് ഞാൻ സ്വപ്നം കണ്ട രീതിയിൽ തന്നെ അന്ന് സ്വപ്നം കണ്ടത് കുറച്ചുകൂടി വലുതായിട്ടായിരുന്നു. എന്നാലും അത്രയൊന്നും എത്തിയില്ലെങ്കിൽ പോലും നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. നമുക്ക് വേണ്ടപ്പെട്ടവരെ മാത്രം നമ്മൾ വിളിച്ചു. എന്നിട്ട് ജസ്റ്റ് ചെറിയൊരു രീതിയിൽ ഡെക്കറേഷനൊക്കെ ചെയ്തു. ഇങ്ങനെ അത്യാവശ്യം നല്ല രീതിയിലാണ് ഈ ബർത്ത്ഡേ നടത്തിയത്. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ജൂൺ 15 രാവിലെ 10 മണിയായപ്പോഴാണ് ഇന്ന രീതിയിൽ ഡെക്കോർ ചെയ്യാം, ഇന്ന രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യാം എന്നൊക്കെ പ്ലാൻ ചെയ്ത് രാവിലെ ഒരു 10 മണിയൊക്കെ ആയപ്പോഴാണ്. അപ്പോൾ തന്നെ നമ്മളൊരു ടീമിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ അവർ വന്ന് സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാവരോടും ഞാൻ ഒരു 6:30 ടൈമിൽ വീട്ടിൽ വരണമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ നമ്മൾ അറേഞ്ച് ചെയ്ത ടീം ഉണ്ടല്ലോ, അവർ വന്നതെന്ന് വെച്ചാൽ 7:30-ക്കാണ്. അയ്യോ, ഞാൻ 5 മണി മുതലേ ഞാൻ ഇവരെ കിടന്ന് വിളിച്ചോണ്ടിരുന്നപ്പോൾ അവരുടെ ഫോൺ സ്വിച്ച് ഓഫ്. ഞാൻ വിചാരിച്ചു, തീർന്ന് ഇവിടെ കൊണ്ടെല്ലാം തീർന്ന്, എൻ്റെ മോളുടെ ബർത്ത്ഡേ ഈ വീണ്ടും കുളമായി എന്നുള്ള രീതിയിൽ ഞാനങ്ങനെ ഭയങ്കര ടെൻഷനായിരുന്നു. ഞാനിങ്ങനെ ടെൻഷൻ അടിച്ച് തേരാപ്പാര നടക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ ഉണ്ടായിരുന്നേ. ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ, ഇത്രയും പ്ലാൻ ചെയ്ത് എല്ലാം ചെയ്ത് ഡെക്കോറൊക്കെ ചെയ്ത് എല്ലാം നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്ത് എല്ലാത്തിൻ്റെയും വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നേ. പക്ഷേ വീഡിയോ ഒക്കെ എടുത്ത് വ്ളോഗൊക്കെ ആക്കി ഞാനത് അപ്ലോഡും ചെയ്ത് യൂട്യൂബിൻ്റെ അകത്ത് ഞാൻ അപ്ലോഡും ചെയ്തു. നൈറ്റ് 10 മണിക്ക് ഇടാം. ഞാൻ എപ്പോഴും വീഡിയോ നൈറ്റ് 10 മണിക്കാണ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഇടാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ചുമ്മാ ഒന്ന് വൈറ്റ് സ്റ്റുഡിയോയിൽ കയറി നോക്കിയപ്പോഴത്തേക്ക് കോപ്പിറൈറ്റ് അടിച്ചു കിടക്കുന്നു. അപ്പം യൂട്യൂബ് വീഡിയോ ചെയ്യുന്നവർക്കൊക്കെ മനസ്സിലാവും ഈ കോപ്പിറൈറ്റ് വന്നു കഴിഞ്ഞാലുള്ള ഇഷ്യൂസ് എന്താണെന്നുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ അതെല്ലാം ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അല്ല, കോപ്പിറൈറ്റ് ക്ലെയിം ആണ് വന്ന് കിടന്നത്. ഞാനാണെങ്കിൽ പ്രൈവറ്റ് ആക്കുന്നതിന് പകരം ഞാൻ ആ വീഡിയോ എടുത്തങ്ങ് ഡിലീറ്റ് ചെയ്തു. എന്തോ മണ്ടത്തരാന്ന് നോക്കണേ. ആ വീഡിയോ എടുത്തങ്ങ് ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് എഡിറ്റ് ചെയ്ത ആപ്പിൻ്റെ അകത്ത് കയറി ഡൗൺലോഡ് ചെയ്യാമെന്ന്. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഈ വീഡിയോ അവിടെയും ഇല്ല. എന്നാൽ പിന്നെ ഗാലറിയിൽ പോയി ഒന്നുകൂടെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് ഗാലറിയിലും ഇല്ല, റീസെൻ്റ്ലി ഡിലീറ്റഡിൽ അതിൻ്റെ അകത്തും ഇല്ല. ഞാൻ വിചാരിച്ചു, ഓൾറെഡി അപ്ലോഡ് ചെയ്തല്ലോ, അപ്പോൾ പിന്നെ ഇനി ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് സ്പേസ് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാത്തിൽ നിന്നും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഈ ബർത്ത്ഡേ വ്ളോഗിന് വേണ്ടിയിട്ട് ഞാൻ ഷൂട്ട് ചെയ്ത പകുതി സംഭവങ്ങളില്ല ഗൈസ്, പകുതി സംഭവങ്ങളേ ഉള്ളൂ. ഞാൻ അതുകൊണ്ടാണ് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് കാര്യങ്ങൾ പറയുന്നത്. തൽക്കാലം എൻ്റെ കയ്യിലുള്ള വീഡിയോസും ഫോട്ടോസൊക്കെ വെച്ചിട്ട് ഞാൻ ഈ വ്ളോഗ് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി നമുക്ക് ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ കുറച്ച് വീഡിയോസൊക്കെ കണ്ടിട്ട് വരാം.
Happy birthday. ഇതാരും ഊരി അടയ്ക്കണം അത് സാധനമുണ്ട്. അതെ 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 അവിടെ അതെ ആ സൈഡ് സോ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആക്ച്വലി ഞാൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഈ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഭയങ്കര നല്ല രീതിയിൽ എഡിറ്റ് ചെയ്ത് പ്ലാൻ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താ പറയാ, ചില നേരത്തെ നമ്മുടെ മണ്ടത്തര ആദിബുദ്ധി എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലെ ഒരു സംഭവമാണ് എനിക്കിന്ന് നടന്നത്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. ബൈ.